നമസ്കാരം. വെറും 794 വോട്ടുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറിമറിഞ്ഞ കൃഷ്ണഗിരിയുടെ രാഷ്ട്രീയ മണ്ണിലേക്ക് സ്വാഗതം. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് വിശകലനമല്ല, മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷകളും അവരുടെ നിരാശകളും എങ്ങനെയാണ് ഒരു മണ്ഡലത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്നത് എന്നതിന്റെ ഒരു ആഴത്തിലുള്ള പഠനമാണ്. അപ്പോ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നത്? നമുക്കൊരു 5 ഘട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ കൃഷ്ണഗിരിയിലെ മണ്ണും മനുഷ്യരെയും അടുത്തറിയും. പിന്നെ എന്തുകൊണ്ടാണ് ജനവിധി ഇത്ര കടുത്തതായത് എന്നു നോക്കും. തുടർന്ന് ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ കളിക്കാരെയും അവരുടെ ശക്തി ദൗർബല്യങ്ങളെയും വിലയിരുത്തും. അതിനുശേഷം ഒരു യഥാർത്ഥ മാറ്റത്തിനായുള്ള പ്രായോഗികമായ ഒരു രൂപരേഖ നമ്മൾ ചർച്ച ചെയ്യും. ഒടുവിൽ പുരോഗതിയിലേക്കുള്ള ശരിയായ പാത ഏതാണെന്ന് കണ്ടെത്തും. നമുക്ക് തുടങ്ങാം. ഏതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെയും ഏറ്റവും വലിയ അടിസ്ഥാനം അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കുക എന്നതാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് പോകുന്നതിനു മുൻപ് നമുക്ക് കൃഷ്ണഗിരിയുടെ ഹൃദയമിടിപ്പ് എന്താണെന്ന് കേൾക്കാം. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കൃഷ്ണഗിരി ഒരു നിർണായകമായ സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊരു സാധാരണ മണ്ഡലം മാത്രമല്ല, വികസനത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളും നിലവിലെ ഭരണത്തിലുള്ള കടുത്ത ആശങ്കകളും നേർക്ക് നേരേറ്റുമുട്ടുന്ന ഒരു പോർക്കളമായി ഇത് മാറിയിരിക്കുന്നു. ഈ കണക്ക് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരും. ഒന്നാലോചിച്ചു നോക്കൂ. കൃഷ്ണഗിരിയുടെ 78% ഗ്രാമപ്രദേശങ്ങളാണ്. ഇതിനർത്ഥം ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളുടെയും ജീവിതം, അവരുടെ സമ്പദ്വ്യവസ്ഥ, അവരുടെ പ്രശ്നങ്ങൾ, എന്തിന് അവരുടെ രാഷ്ട്രീയം പോലും രൂപപ്പെടുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലാണ്. ഇനി നമുക്ക് അവിടുത്തെ സാമൂഹിക ഘടനയിലേക്ക് ഒന്ന് നോക്കാം. ഒരു മണ്ഡലത്തിലെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണിത്. ഇവിടെ ഏകദേശം 90% ഹിന്ദുക്കളും 8% മുസ്ലിമുകളുമുണ്ട്. അതിൽ തന്നെ വണ്യാർ, തേവർ, ഗൗണ്ടർ തുടങ്ങിയ സമുദായങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഈ സംഖ്യ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 69%. ഇതാണ് കൃഷ്ണഗിരിയിലെ ഗ്രാമങ്ങളിലെ സാക്ഷരതാ നിരക്ക്. നഗരങ്ങളിലെ 85%വുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വ്യത്യാസം വളരെ വലുതാണ്. ഇതൊരു വെറും കണക്കല്ല, അവസരങ്ങളിലും അറിവിലുമുള്ള ഒരു വലിയ അന്തരമാണ് ഇത് കാണിക്കുന്നത്. ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്. ഇവിടുത്തെ തൊഴിലാളികളിൽ ഏതാണ്ട് 1/3, അതായത് 30% പേരും കർഷക തൊഴിലാളികളാണ്. എപ്പോഴും പ്രതിസന്ധിയിലാകുന്ന ഒരു കാർഷിക മേഖലയെ എത്രമാത്രം ആശ്രയിച്ചാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവരുടെ ജീവിതം ശരിക്കും മണ്ണും മഴയുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്നു. അപ്പോ ഈ കണക്കുകൾക്കൊക്കെ അപ്പുറം സാധാരണക്കാരായ ഈ മനുഷ്യരുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആശങ്കകളും നിരാശകളും എന്തെല്ലാമാണ്? നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മൾ കൃഷ്ണഗിരിയുടെ യഥാർത്ഥ ചിത്രം കാണുന്നത്. കുടിവെള്ളത്തിനു വേണ്ടിയുള്ള ദൈനംദിന പോരാട്ടം, തകർന്നുകിടക്കുന്ന റോഡുകൾ, ചെറുപ്പക്കാർക്കിടയിലെ തൊഴിലില്ലായ്മ, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ. ഇതിനെല്ലാം പുറമെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിനുള്ള അമർഷവും ക്രമസമാധാനത്തെക്കുറിച്ചുള്ള പേടിയും ജനങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഓരോ തിരഞ്ഞെടുപ്പിലും അസംതൃപ്തിയായി പുറത്തുവരുന്നത്. ഇനി നമുക്ക് നോക്കാം, ജനങ്ങളുടെ ഈ ദേഷ്യവും നിരാശയുമൊക്കെ എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിൽ പ്രതിഫലിച്ചതെന്ന്. വളരെ നേരിയ ഭൂരിപക്ഷത്തിലൊരു വിജയമുണ്ടായതിന്റെ കാരണം ഈ ജനങ്ങളുടെ ഉള്ളിലെ തീ തന്നെയാണ്. ഈ നമ്പറുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇതിലൊരു വലിയ കഥയുണ്ട്. 2016 ഭൂരിപക്ഷം ഏകദേശം 5000 വോട്ടായിരുന്നു. എന്നാൽ 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് വെറും 794 വോട്ടായി ചുരുങ്ങി. ഇതൊരു വ്യക്തമായ മുന്നറിയിപ്പാണ്. കൃഷ്ണഗിരിയിലെ ജനവിധി ആർക്കും അത്ര ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. അതെപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. 794 വോട്ടുകൾ. ഒന്നാലോചിച്ചു നോക്കൂ. വെറും 0.38%. ഇതൊരു വെറും സംഖ്യയല്ല. കൃഷ്ണഗിരിയിലെ ജനത എത്രത്തോളം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഓരോ വോട്ടും എത്രമാത്രം നിർണായകമായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഒരു ചെറിയ മാറ്റം മതി ഫലം തലകീഴായി മറിയാൻ. ഇവിടെയാണ് നമ്മൾ ഭരണത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഒരു വോട്ടറുടെ അന്തസ്സ് എന്നത് വോട്ട് ചെയ്യാനുള്ള അവകാശത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കുടിവെള്ളം, തൊഴിൽ, നല്ല റോഡ് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന പ്രതീക്ഷ കൂടിയാണ്. ആ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ തകരുന്നത് ഒരു തിരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, ഭരണവും ജനങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ പാലമാണ്. അപ്പോ ഈ കളത്തിലെ പ്രധാന കളിക്കാർ ആരൊക്കെയാണ്? ആരുടെ കൈകളിലാണ് കൃഷ്ണഗിരിയുടെ ഭാവി?
അടുത്തതായി നമുക്ക് ഭാവിയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള സ്ഥാനാർത്ഥികളെയും വോട്ട് ബാങ്കുകളെയും ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഇവിടെ നമുക്ക് രണ്ട് പ്രധാന എതിരാളികളാണുള്ളത്. ഒരു വശത്ത് നിലവിലെ എംഎൽഎ കെ അശോക് കുമാർ. പാർട്ടി സംവിധാനത്തിന്റെ കരുത്തുണ്ടെങ്കിലും നേരിയ ഭൂരിപക്ഷവും ദുർബലമായ പ്രവർത്തനവും ഒരു വെല്ലുവിളിയാണ്. മറുവശത്ത് മുൻ എംഎൽഎ ടി സെങ്കുട്ടുവൻ. ശക്തമായ അടിത്തറയുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ നേരിയ തോൽവി ഒരു നിഴലായി കൂടെയുണ്ട്. വിജയം ആർക്കും അത്ര എളുപ്പമല്ലെന്ന് വ്യക്തം. ഈ മത്സരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിശബ്ദ ശക്തികളുണ്ട്. PMK, NTK പോലുള്ള പാർട്ടികളും മുസ്ലിം ന്യൂനപക്ഷവും. അവരുടെ വോട്ടുകൾ ആർക്ക് പോകുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ 794 വോട്ടിന്റെ വ്യത്യാസമുള്ള ഒരു മത്സരത്തിൽ ഇവരുടെ തീരുമാനം ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ പോലും ശക്തമാണ്. അപ്പോ ആരെയാണ് ശരിക്കും കൂടെ നിർത്താൻ കഴിയുക? ആരുടെ വോട്ടുകളാണ് ഇനി നിർണായകമാവുക? നിലവിലെ ഭരണത്തിൽ തൃപ്തിരല്ലാത്തവർ, മാറ്റം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരും സ്ത്രീകളും, പിന്നെ വികസനമില്ലായ്മയിൽ മനം മടുത്ത സാധാരണക്കാരും. ഇവരുടെ വിശ്വാസം നേടാൻ കഴിയുന്നവർക്കായിരിക്കും അടുത്ത വിജയം. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കൃഷ്ണഗിരിയിലെ ഈ സങ്കീർണമായ വെല്ലുവിളികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഒരു പ്രായോഗിക തന്ത്രമുണ്ട്. നമുക്കതിനെ ചതുർമുഖ സിദ്ധാന്തമെന്ന് വിളിക്കാം. ഈ തന്ത്രത്തിന് 4 മുഖങ്ങളുണ്ട്. ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട്. ആദ്യത്തേത് ശിവൻ, അതായത് ഭരണകൂടത്തിന്റെ പരാജയങ്ങളെ, പ്രത്യേകിച്ച് വെള്ളം, തൊഴിൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായി ആക്രമിക്കുക. രണ്ടാമത്തേത് വിഷ്ണു, കർഷകർക്കും പരമ്പരാഗത വോട്ടർമാർക്കും സ്ഥിരതയും സുരക്ഷിതത്വവും ഉറപ്പു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവ്, യുവജനങ്ങൾക്കായി പുതിയ ആശയങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുക. നാലാമത്തേത് ദുർഗ, ദുർബല വിഭാഗങ്ങൾക്ക് സംരക്ഷണവും ക്ഷേമവും വാഗ്ദാനം ചെയ്യുക. വെറും ആശയങ്ങൾ പോരല്ലോ, പ്രവൃത്തിയും വേണ്ടേ? ഇതാ ഒരു 3 കർമ്മപദ്ധതി. 1. 50 ഗ്രാമങ്ങളിൽ പൈപ്പ് വഴി കുടിവെള്ളമെത്തിക്കുന്ന പദ്ധതി. 2. 100 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ നവീകരിക്കാനുള്ള പരിപാടി. 3. ഓരോ വർഷവും 1000 യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രം. ഓരോന്നിനും വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഇതാണ് പൊള്ളായ വാഗ്ദാനങ്ങളെ പ്രായോഗികമായ പ്രവർത്തനമാക്കി മാറ്റുന്നത്. ഇനി ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? ഇന്നത്തെ കാലത്ത് വാട്സാപ്പും സോഷ്യൽ മീഡിയയും പോലെയുള്ള ഡിജിറ്റൽ വഴികൾ വളരെ ശക്തമാണ്. എന്നാൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഓരോ പൗരന്റെയും സ്വകാര്യത പരമപ്രധാനമാണ്. അവരുടെ സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജനങ്ങളുമായി യഥാർത്ഥ ബന്ധം സ്ഥാപിക്കേണ്ടത് അവരുടെ സ്വകാര്യതയെ ബഹുമാനിച്ചുകൊണ്ടാണ്, അല്ലാതെ അവരുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ എങ്ങനെ ഒരു യഥാർത്ഥ ഭരണമാറ്റത്തിനുള്ള ജനവിധിയാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഈ വിശകലനത്തിന്റെല്ലാം കാതൽ ഈയൊരു വാക്യത്തിലുണ്ട്. ഭരണം എന്നത് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതോടെ അവസാനിക്കുന്നില്ല, സത്യത്തിൽ അത് തുടങ്ങുന്നതേയുള്ളൂ. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഓരോ ദിവസവും ഒരുക്കിക്കൊടുക്കുമ്പോഴാണ് ഒരു ഭരണാധികാരി യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്തിക്കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 08042041602 എന്ന നമ്പറിലോ വിളിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.